അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്തേക്കാ പോകുന്നേ പറഞ്ഞില്ല, നമ്മൾ ഇന്ന് എടുത്തേക്കാ പോകുന്നേ പറയോ കുഞ്ഞെ. നിലക്കെന്തോ മൂഡ് ഓഫ് ഉണ്ട് ഗൈസ്. നില മഴ വരുന്നോണ്ടാ കുഞ്ഞ് കുടയിലെടുത്ത് പിടിച്ചിട്ടുണ്ടോ. എങ്ങനെയുണ്ട് കുട? സൂപ്പറാണോ കുട? അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പോ കാണാൻ പോവുകയാണല്ലേ. എന്താണ് എക്സ്പോ? ആലിമ്പള്ളിയിലോ നാലാമിപ്പള്ളി എന്നാണ് കറക്റ്റ് അറിയില്ല ഗൈസ്. അത് ഞാൻ പിന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സ്പോ കാണാൻ പോയിന്ന്. അപ്പം അവിടെ കുറേ ഫിഷ് ഉണ്ട്. എന്താണ് ഫിഷ് ഉണ്ട്? സൗണ്ടിൽ പറ. ഫിഷ് ഉണ്ട്, പിന്നെ ബേർഡ്സ് ഉണ്ട്. അപ്പം അതിനെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 5 മണിയായി. എത്ര മണി വരെ അവിടെ ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പോവുകയെ നമ്മ എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടല്ല എത്തിയാട്ടാ. ഇതാ അതാ ആ എക്സ്പോ. ഈ മാസം ലാസ്റ്റാന്ന് തോന്നുന്നു അല്ലേ തീരുന്നത് തോന്നുന്നത്. നിത്യേട്ട നല്ല സുന്ദരനായിട്ടുണ്ട്. സുന്ദരൻ നോക്കൂ, ചിരിക്കൂ. ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് മൂപ്പരൊന്നും മിണ്ടില്ല ഗൈസ്. പിന്നെ ചില സമയത്ത് മരട്ട സ്വഭാവമായിരിക്കും, അതുകൊണ്ടതാ ഇങ്ങനെ ഇരിക്കും മരട്ട സ്വഭാവമാകുമ്പോൾ. അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. അവിടെ എത്തിയിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് തിരക്കുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. എന്നാലും നോക്കി നോക്കാം നമുക്ക് തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ ഗൈസ്. മഴക്കിലെല്ലാം സാധ്യതയുണ്ട് അല്ലെത്തി. മഴക്കിലെല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നില ഈ കുഞ്ഞിക്കൊടി എടുത്തത് ഗൈസ്. കുഴപ്പമില്ല, എന്തായാലും നോക്കി നോക്കാം നമുക്ക് പോയിട്ടല്ലേ എങ്ങനെയുണ്ട് എന്നെല്ലാം. ഇതൊന്നും മിണ്ടാതെ എത്തി. ഒന്ന് ചിരിച്ചങ്ങിരിക്കും മൂപ്പറേ. ചിരിക്കാൻ പറഞ്ഞേനാ. നല്ല ചുള്ളനായിട്ട് ഭയങ്കര അഹങ്കാരാണ്. അവിടെ പോയിട്ട് ഫുൾ വായി നോക്കേണ്ട പരിപാടിയാണോ നിനക്കൊരു സംശയമില്ല. അതില്ല. ആ ഊതലുണ്ട് നിനക്കിട്ട് ഞാൻ 2 തരുന്ന് ആ ഊതലിലുണ്ട്. കണ്ടോ ഗൈസ് നിങ്ങൾ? വേറൊരാളെ ഞാൻ കാണിച്ചുതരാം. അച്ഛൻ്റെ വേറൊരു രൂപം ഇതാ മുഷട് പിടിച്ചിരിക്കുകയാണ് ഇവിടെ. കണ്ടോ ഗൈസ് നിങ്ങൾ? ഇവിടെ നോക്ക് നിലയിലേക്ക്. എന്തെങ്കിലും പറയുന്നില്ല. നിനക്ക് ഏത് പക്ഷീനെ വേണ്ടി ഉണ്ടോ? ഓള് ടേസ്റ്റ് അനുസരിച്ച് സംസാരിച്ചാൽ ഓൾ ഓണാവും. ഏത് പക്ഷീനെ വേണ്ടി ഈ നോക്കിയിട്ട് പറ. ഹലോ ഗൈസ് പറയും ചുന്ദരി പറയും. പിന്നെ മീന വേണോ? ഏത് മീനെ വേണ്ടി ഇവിടെ നോക്കിയിട്ട് പറ. അവർ തരുമോ നോക്കാലോ. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം പോയി നിത്യയുടെ 2 ആൾക്ക് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ഒരാൾക്ക് 120. അപ്പം നിലമോക്ക് ടിക്കറ്റ് വേണ്ട. അങ്ങനെ നമ്മൾ മെല്ലെ പിന്നെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിന് കാണാൻ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ നിലക്ക് അതുവരെ ഒരു കരച്ചിൽ മൂടായിരുന്നെങ്കിൽ പിന്നെ അത് ഓക്കെ ആയി സെറ്റായി. പിന്നെ നമ്മളിവിടെ നിന്ന് കുറേ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി. പക്ഷേ ലൈറ്റിൻ്റെ കുറച്ച് കുറവുകൊണ്ട് അങ്ങോട്ട് ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് മൊത്തം, എല്ലാം പ്ലാസ്റ്റിക്കാണ്. എന്നാലും കാണുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ നിലക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സൈഡിനെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടപ്പം അവൾ പറഞ്ഞു അമ്മേ പുഴയാന്ന് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് പുഴയല്ല അതിങ്ങനെ ആക്കിയതാന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നിട്ട് വൈനി ഉള്ളിലോട്ട് പോവുക. ഉള്ളിൽ ഫിഷും ബേർഡും ഒക്കെ ഉണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഇങ്ങനെ അതിനെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗുഹ മാതിരിയാണ്. അപ്പം അത് കണ്ടപ്പോൾ പറഞ്ഞു അമ്മേ സുഭാഷ് വീണ കുഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, അപ്പോഴത്തേക്ക് ഫിഷിനെയൊക്കെ കണ്ടിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫിഷിനൊക്കെ കണ്ടപ്പം അവൾക്ക് ഇഷ്ടമായിട്ട് ഇതിന് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിനി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ മീനിൻ്റെ അടുത്തെല്ലാം എത്തുമ്പോഴത്തേക്ക് ഒരു പേടി പോലെ ഉണ്ടായിനി.
തൊടാനായാലും തൊട്ട് നോക്കിക്കോ അത് ഗ്ലാസ്സാണ്, അതിൻ്റെ അപ്പുറത്താണ് മീനില്ലത് എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. എന്നാലും നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. പക്ഷെ എന്നാലും ഇതായി പേടിയാണ്. ഞാനിപ്പോൾ കൈ പിടിച്ചിട്ട് തൊട്ട് നോക്കിക്കോ പുറത്തേന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിട്ടാ. പക്ഷെ ഫിഷെല്ലാം നല്ല രസമായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മുകളിൽ നിറച്ചിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ചെറിയ ലൈറ്റും വെള്ളവും എല്ലാം ആകുമ്പോഴേക്ക് അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ അപ്പം ഈ കുഞ്ഞു കുറേ ഫിഷിനെ കണ്ടപ്പോൾ അതിന് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല ഗൈസ്. അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര ശ്രദ്ധിച്ചിട്ടോ ഒന്നുമില്ല. അതൊക്കെ കാണുമ്പോൾ അവൾക്കത് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നില്ല, പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അമ്മ നമുക്ക് മേടിക്കാമെന്നല്ലോ, മേടിക്കാൻ കുറച്ച് അങ്ങെത്തിയിട്ട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പിന്നെ എക്സ്പോ ഏകദേശം തീരാനാവാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ നല്ല തിരക്ക് എന്ന് പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് അങ്ങനെ വലിയ തിരക്കോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ വീഡിയോസും ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും കുറച്ചധികം നേരം നിന്ന് കാണാനും എല്ലാം അതിനകത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പം ലാസ്റ്റ് ഏകദേശം അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആവാനായതുകൊണ്ടായിരിക്കാൻ തോന്നുന്നത്. പിന്നെ അതിനകത്ത് കുറേ മുന്നേ നമ്മൾ ഇൻസ്റ്റയിൽ ഇതൊക്കെ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ടാണ് പോയത്. പക്ഷെ അതൊന്നും അത്രയൊന്നും ഉണ്ടായില്ല. എനിക്കൊന്നും എല്ലാം ഓരോരോ സ്റ്റാളിങ്ങനെ ക്ലോസ് ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ പോയപ്പോഴത്തേക്ക് പക്ഷികളെടുത്താൽ പിന്നെ കുറേ പക്ഷികൾ അത് നിനക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഭയങ്കര കാര്യമായിരുന്നു. പാമ്പ് അതിനൊക്കെ കാണുമ്പോൾ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പക്ഷികളുടെ അടുത്തൊക്കെ പോയി കണ്ട് ഇഷ്ടമായി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ കുറേ സ്റ്റാൾ ഇങ്ങനെയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പോയപ്പോൾ ഒരു 4-5 ഓൾമോസ്റ്റ് ഒരു 6 അത്രയും സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അലുവയൊക്കെ മേടിച്ച് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് റൈഡും കാര്യമായാലും ഭയങ്കര ആൾക്കാർ, തിരക്ക്, അങ്ങനെ ഭയങ്കര റഷ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിങ്ങനെ കുറച്ച് ചെറുതായിട്ട് ചെറിയൊരു റൈഡ് കയറാം, ബാക്കിയില്ലാത്ത കയറിയാൽ ഇവർക്ക് നല്ല പേടിയാവുമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റൈഡിനകത്തൊക്കെ കയറി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇച്ചിരി സ്പീഡ് കൂടുമ്പം തന്നെ ആൾക്ക് ചെറിയൊരു പേടി. അങ്ങനെ ആദ്യം 2 റൗണ്ട് പോയപ്പം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സെറ്റായി അങ്ങ് നിന്ന് കാറ്റും കൊണ്ട് ഇങ്ങനെ കുറേ നേരം ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് മതിയാക്കിയേക്കോ അത് നിർത്തിയേക്കോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ടായിനി. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഓക്കെ ആയി, നല്ല മൂഡായി. അങ്ങനെ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടോ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് വളഞ്ഞ് വരുമ്പം ചെറുങ്ങനെ ഒന്ന് പേടിക്കും. അങ്ങനെ പിന്നെ നമ്മെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഞാൻ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടൻ എന്തോ ചിക്കൻ റോളോ അങ്ങനത്തെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്തിയപ്പം നമ്മൾ പറഞ്ഞു വാ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഫോട്ടോസൊന്നും എടുക്കൽ നടന്നില്ല. നിലക്ക് കുളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ പതുക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എന്നെ പിടിക്കണ്ട, ഞാൻ ഇറങ്ങിക്കോളും എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടായി പിന്നെ വാശി ചെറിയ. എന്നിട്ട് നമ്മൾ അതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ വീട്ടിലേക്ക് പോവാ പെട്ടെന്ന് തന്നെ. മഴക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതാണ് വീഡിയോസിലൊക്കെ ചെറിയൊരു ഇരുട്ട് പോലെ കാണുന്നില്ലേ, അത് മഴക്കാറ് പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ പോയിരുന്നു വീട്ടിലേക്ക്. അപ്പം നമ്മൾ എന്താണ് എക്സ്പോൻ്റെ പേര് പറഞ്ഞത്? സീ വേൾഡ് എക്സ്പോ ആണ്. സീ വേൾഡ് എക്സ്പോ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. നല്ലുണ്ടല്ലേ കാണാൻ, അടിപൊളിയായിട്ട്. നമ്മളൊരു ചെറിയൊരു റൈഡിനകത്തെല്ലാം കയറി ഉഷാറാക്കിനല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ. പ്ലുമ്മടി ചെറിയ